61ാം സംസ്ഥാന യുവജനോത്സവത്തിന് കലോത്സവത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ കലോത്സവത്തിൻ്റെ പതാക പ്രധാന വേദിയായ വിക്രം മൈതാനിയിൽ ഉയരും. നമ്മളിപ്പോൾ കാണുന്നത് കൊടിമരത്തിൻ്റെ സമീപത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. 8:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവ പതാക ഉയർത്തുക. കലോത്സവത്തിൻ്റെ കൊടിമരത്തിൻ്റെ രൂപം തന്നെ നമുക്കറിയാം മറ്റ് ഇടങ്ങളിൽ നിന്നും മറ്റ് കലോത്സവ വേദികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കലാത്മകമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ പതാക ഉയരുന്നതോടെ 61ാം കലോത്സവത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമാകും. ഇനിയുള്ള 5 നാളുകൾ രാവും പകലുമില്ലാതെ കലയുടെ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കഴിഞ്ഞ 2 വർഷം കോവിഡ് കവർന്ന ആവേശം ഇവിടെ വീണ്ടും ഉയരുകയാണ്, തുടങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രധാന വേദിക്ക് മുമ്പിൽ നിന്നും വിക്രം മൈതാനത്തെ പ്രധാന വേദിക്ക് മുമ്പിൽ കലോത്സവത്തിൻ്റെ നാന്ദി കുറിച്ച് തുടക്കം കുറിച്ച് പതാക ഉയരും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കലോത്സവത്തിൻ്റെ പതാക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബുവാണ് 61ാം സംസ്ഥാന കലോത്സവത്തിൻ്റെ പതാക ഉയർത്തിയത്. ഇതോടെ കലോത്സവത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമായിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം ഉദ്ഘാടന സമ്മേളനം പ്രധാന വേദിയിൽ ആരംഭിക്കും. കലോത്സവത്തിൻ്റെ വിവിധ വേദികളിൽ നിന്നും കോഴിക്കോടിൻ്റെ തനത് ഇടങ്ങളിൽ നിന്നും ന്യൂസ് 18 റിപ്പോർട്ടർമാർ ഇടവേളകളില്ലാതെ നമ്മോടൊപ്പം ചേരും. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് അശ്വിൻ വല്ലത്താണ്. അശ്വിൻ നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായ ബീച്ചിൽ നിന്നാണ്. അശ്വിൻ എന്തൊക്കെയുണ്ട്? ബീച്ചിലെ കാഴ്ചകൾ എങ്ങനെയാണ്? നമുക്കറിയാം ബീച്ച് എപ്പോഴും രാവിലെ കോഴിക്കോടിന്റെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. കലോത്സവത്തിന്റെ തുടക്കദിനം കൂടിയാണെന്ന്. എങ്ങനെയാണ് ബീച്ചിലെ കാഴ്ചകളും ആവേശങ്ങളൊക്കെ? അനുമോദ്, നമുക്ക് അറിയാം കോഴിക്കോട് ബീച്ച് കോഴിക്കോട്ടുകാർ എപ്പോഴും പറയാറുള്ള കോഴിക്കോടിന്റെ ഏറ്റവും അഭിമാനമായിട്ട് കാണാറുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ കലോത്സവത്തിന് എത്തുന്നവരായാലും ആദ്യം ഒന്ന് ബീച്ചിൽ വന്ന് നോക്കും, എന്താണ് കോഴിക്കോട്ടെ ഒരു വൈബ് എന്താണ് എന്നുള്ളത് ഒന്ന് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് പൊതുവെ പറയുക.
പിന്നെ മറ്റൊരു കാര്യം, ഈ കോഴിക്കോടിന് കിട്ടിയ പുതുവത്സര സമ്മാനമാണ് ശരിക്ക് ഈ കലോത്സവം. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുൻപ്, കലോത്സവം ഇന്ന് തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു ഉത്സവ ലഹരിയിലൊക്കെ ആയിക്കഴിഞ്ഞു. കോഴിക്കോട്ടുകാർ പൂർണ്ണമായിട്ടും ഈ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരുന്നു. നമുക്കറിയാം, മുൻപ് മാനാഞ്ചിറയിൽ പ്രധാന വേദിയായിട്ടുണ്ടായിരുന്ന ഒരു കലോത്സവം നമുക്ക് ഓർമ്മയുണ്ട്. അന്നുണ്ടായിരുന്ന ജനകീയ പങ്കാളിത്തം ഓർമ്മയുണ്ട്. അതിന്റെയൊക്കെ എത്രയോ മടങ്ങായിരിക്കും ഇത്തവണ എന്നാണ് ഇതുവരെ കണ്ട ഒരു ആവേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കോഴിക്കോട്ടുകാരാണല്ലേ? അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയാണോ? സ്ഥിരമായിട്ട് വരുന്നതാണ് ഇവിടെ. കലോത്സവമാണ് ഇന്ന് തുടങ്ങുന്നത്. ഇന്ന് കോഴിക്കോട് ഒരു നല്ലൊരു ഉത്സവ ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം കലോത്സവം ഓർമ്മയില്ലേ മാനാഞ്ചിറയിൽ വെച്ച് നടന്ന്? അപ്പൊ അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഉണ്ട്. ഇത് കേരളത്തിൽ ഇപ്പോൾ എവിടെ വെച്ച് നടക്കുകയാണെങ്കിലും നല്ല ജനപങ്കാളിത്തം കിട്ടണമെങ്കിൽ കോഴിക്കോട് തന്നെ വരും. ഇങ്ങനത്തെ പരിപാടികൾ, എന്ത് പരിപാടിയും കോഴിക്കോട്ടുകാർ ഏറ്റെടുക്കും. അത് ഇങ്ങനെയുള്ള എന്ത് പരിപാടി, ഇപ്പൊ ബീച്ചിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണെങ്കിലും കലോത്സവം ആണെങ്കിലും എന്തായാലും ജനകീയ പങ്കാളിത്തമാണ്. കോഴിക്കോട്ടുകാർ എന്തിനേയും വരവേൽക്കാൻ റെഡിയാണ് ഏത് സമയത്തും. നല്ല ആക്ച്വലി ഞാൻ ഇവിടെ അല്ല, ഞാൻ കോഴിക്കോടുകാരനാണെങ്കിൽ ഞാൻ ദുബായിലാണ്. ഓക്കെ, ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നൈറ്റിൽ തിരിച്ചു പോവാണ്. പക്ഷെ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നിട്ട് ഓരോന്ന് കാണണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു ഇതിലല്ല. ഓക്കെ, ഇന്ന് രാത്രി എന്തായാലും പോകും. പക്ഷെ എന്തായാലും ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. ഫാമിലിയൊക്കെ ഇവിടെയാണോ? ഫാമിലി ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് ആണ്. ഓക്കെ, ഞങ്ങൾ ദുബായിലായിരുന്നു, ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് ആണ്. ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ വീട്ടിൽ? തീർച്ചയായിട്ടും കുട്ടികൾ ഇതിലൊക്കെ നല്ല ഹാപ്പിയാണ്. കുട്ടികളെല്ലാവരും ഇവിടെ ഇത് കാണാനായിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അവരെന്തായാലും കാണാൻ വരും. എങ്ങനെയുണ്ട് മൊത്തം കോഴിക്കോടിന്റെ ഒരു വൈബ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ആഹ്ലാദമായിട്ടുള്ളൊരു ദിനങ്ങളല്ല ഇപ്പോൾ ഇനി വരാനുള്ളത്. 7-ാം തീയതി വരെ കുട്ടികൾക്ക് സ്കൂളും ഇല്ല. നമുക്കും അതുപോലെ തന്നെ കുട്ടികളൊപ്പം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ചെറുപ്പത്തിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. JD-യിൽ 84-85 ആ സമയത്തിൽ നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം കാലിക്കറ്റിലാണല്ലോ കുറച്ചും കൂടി എല്ലാവർക്കും ഉത്സവങ്ങളൊക്കെ നടത്താനൊരു വൈബ് കൂടുതലുള്ളത്. അതാണ്. ഈ നാടകോത്സവമൊക്കെ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോകണം എന്നുള്ളതുണ്ട്. അങ്ങനെ തന്നെ പോവാനുള്ളത് എല്ലാവരും പ്ലാനും ഇട്ടിട്ടുണ്ട്. സ്കൂളുണ്ട് ഇവിടെ, ഫ്രണ്ട്സ് റോഡ് അറബിക്ക് നടക്കുന്നത് വേദികളുണ്ടായിട്ട് ഒന്നുകൂടി നമുക്ക് ഇപ്പോൾ ഒരു ഉറക്കൊഴിച്ചലിനൊക്കെ ഒരു ഉഷാറാവും വന്ന്. പിന്നെ ഇനിയിപ്പോ രാത്രി പകലൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനെ ഇനിയിപ്പോ ബീച്ചിലൊക്കെ രാത്രി വന്നാല് പകലുമായി 2 മണിക്ക് 3 മണിക്ക് ക്രൗഡ് കാണാൻ എത്തുന്നവരൊക്കെ ഇങ്ങോട്ട് എത്തൂല്ലേ ബീച്ചിലേക്ക്? തീർച്ചയായിട്ടും ബീച്ച് ടച്ച് ചെയ്യാതെ ഒരു പരിപാടിയില്ല. കോഴിക്കോട് സിറ്റിയിൽ എവിടെ പരിപാടി നടക്കുകയാണെങ്കിലും ബീച്ചിലാണ്. ശരിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടാറില്ല. ഓക്കെ, ഇപ്പൊ ഇന്നലെയും ആളുകളുടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ്. കാരണം മറ്റുള്ള അശ്വിനെ നമുക്ക് കലോത്സവ വേദിയിലേക്ക് ഒന്ന് വരണം. കാരണം കലോത്സവത്തിന്റെ വേദിയിൽ ഇനി ഉദ്ഘാടന സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. നമ്മോടൊപ്പം അതിനു മുൻപ് 2 ടീമില് ലീഡേഴ്സും ടീം അംഗങ്ങളും ചേരുന്നുണ്ട്. ഒന്ന് പാലക്കാടിലെ കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ ജേതാക്കളായ പാലക്കാട് ടീമും, ഒപ്പം തന്നെ കഴിഞ്ഞ തവണ റണ്ണേഴ്സ് അപ്പോൾ ഇത്തവണത്തെ ആതിഥേയരുമായ കോഴിക്കോട് ടീമുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം പാലക്കാടിന്റെ അടുത്ത് ഇങ്ങനെ പോവാം. കഴിഞ്ഞ തവണത്തെ സ്ഥിരമായിട്ട് കപ്പ് നേടുക എന്നുള്ളത് പാലക്കാടിന്റെ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞ ചരിത്രമാണുള്ളത്. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 59-ഉം 60-ഉം കലാമേളകളിൽ കപ്പ് നേടിയ ജില്ലയാണ്. വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോഴിക്കോട് മേളയിലേക്ക് 61ാമത് മേളയിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ടീം വളരെ ശക്തമാണ്. ഏകദേശം 660ഓളം വരുന്ന അംഗങ്ങളുള്ള ടീമാണ്. മികച്ച രീതിയിലുള്ള സംഘാടനവും അതുപോലെ ജില്ലയിൽ നടത്തിയിട്ടാണ് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും ഈ പ്രാവശ്യത്തെ കപ്പ് നേടുമെന്നുള്ള ഉയർന്ന പ്രതീക്ഷ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോഴിക്കോട് ടീം നമ്മുടെ ചേരുന്നുണ്ട്. 19 വർഷമായിട്ട് കോഴിക്കോട് നേടിക്കൊണ്ടിരുന്നതായിരുന്നു. 2 വർഷം നമുക്ക് പോയി. പക്ഷെ ഇപ്രാവശ്യം കോഴിക്കോട് നടന്നുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം തിരിച്ചു മേടിക്കുന്നതാണ് നമ്മൾ ഉറപ്പ്. എല്ലാവരും ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഗ്രൂപ്പ് ഐറ്റംസിൽ ഗ്രൂപ്പ് ഡാൻസ്, ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി, ചവിട്ട് നാടകം ഉണ്ട്, പിന്നെ വട്ടപ്പാട്ട്, പരിചയമൊട്ട് എല്ലാം ഉണ്ട് ഇപ്രാവശ്യം. യക്ഷഗാനം ടെൻഷൻ ഇല്ല, കോഴിക്കോട് ആയതുകൊണ്ട് നമ്മളുടെ നാട് തന്നെയാണല്ലോ. ഓ, എന്തായാലും ധാരാളം ഉണ്ടാവും. എങ്ങനെയുണ്ട് ഇപ്പോ നിങ്ങളെ ഏതൊക്കെ ഇനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ? എല്ലാം ഒരേപോലെ. എങ്ങനെയാണ് പക്ഷേ എന്താ പ്രതീക്ഷ വയ്ക്കുന്ന? നമ്മള് 2015 ഇതേ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് നമ്മൾ കപ്പ് കൊണ്ടുപോയത്. അത് ഇപ്രാവശ്യം ഞങ്ങൾ ആവർത്തിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കപ്പ് വിട്ടുകൊടുക്കില്ല. കപ്പ് വിട്ടുകൊടുക്കില്ല. പ്രതീക്ഷിക്കുന്ന ഇനങ്ങൾ എന്തൊക്കെയാണ്?
നമ്മൾ ഏകദേശം എല്ലാ ഇനങ്ങളിലും നമ്മൾ എ ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇപ്രാവശ്യം ഒരു ട്രിപ്പിൾ കപ്പ് അടിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി കായികമേളയിലും ശാസ്ത്രമേളയിലും നമ്മൾ സംസ്ഥാന ജേതാക്കളാണ്. അപ്പോൾ ഇതും കൂടി ഞങ്ങൾ ചേർത്തി കൊണ്ടുപോകണം എന്നുള്ള പ്രതീക്ഷ. തീർച്ചയായിട്ടും ഹാട്രിക് അടിക്കുന്നുള്ള ഉറച്ച പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കപ്പുമായി തന്നെയാണ് പാലക്കാട് തിരിച്ചു പോകുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട് പറഞ്ഞു കേട്ടോ, ഹാട്രിക് അടിക്കാൻ പോകണവരുന്ന്. കപ്പ ഒരു ഇപ്രാവശ്യം നമ്മൾ തന്നെ പോകും. എന്തായാലും കോഴിക്കോട് കോഴിക്കോടും പാലക്കാടും തമ്മിലായിരിക്കും മത്സരം. കടുത്ത മത്സരം എന്ന ഒരു കണക്കൂട്ടില് കലോത്സവം തുടങ്ങുന്ന സമയത്തിന് നമുക്കുണ്ട്. അതിന്റെ ഒരു ഊർജം അതാണ് കോഴിക്കോടിലെ കുട്ടികളും പാലക്കാട് സംഘാടകരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും കലോത്സവത്തിന് തുടക്കം ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം തന്നെ പ്രധാന വേദിയിൽ ആരംഭിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും കലോത്സവത്തിന്റെ വിവിധ വേദികളിൽ നിന്നൊക്കെ നമ്മുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കിനി ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം കലോത്സവ വേദിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കലോത്സവ വേദികളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കലോത്സവത്തിന്റെ പ്രധാന വേദിയിലാണ്. നമുക്ക് ഇവിടെയാണ് ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുക. നമുക്കറിയാം, ഇന്ന് മുതൽ ഞായറാഴ്ച വരേക്ക് കലോത്സവത്തിന്റെ ആവേശം ഓരോ നിമിഷത്തിലും നിറയുന്ന കാഴ്ചകളും അതിന്റെ ഒപ്പമാണ് നമ്മൾ ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഈ പ്രധാന വേദിയിലെ ഉദ്ഘാടന സമ്മേളനത്തിന് മുൻപായിട്ട് മറ്റൊരു അതിഥിയിലേക്ക് കൂടി പോവുകയാണ്. മറ്റാരുമല്ല, മലയാളത്തിന്റെ സ്വന്തം കഥാകാരൻ, മലയാളത്തിനെ സാഹിത്യ ലോകത്തിന്റെ നെറുകയിലും ലോകത്തിന്റെ നെറുകയിലും എത്തിച്ച MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി. അവർ കലാകാരി കൂടിയാണ്. അശ്വതിയോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ സുബി ചേരുന്നുണ്ട്. അശ്വതി കലോത്സവത്തിന്റെ വിശേഷങ്ങളും അശ്വതിയുടെ കലോത്സവത്തിന്റെ അനുഭവങ്ങളും എല്ലാം നമ്മളോട് പങ്കുവെക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും കലോത്സവത്തിന്റെ ആവേശക്കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങിയെത്തും. പ്രശസ്ത നർത്തകിയും MT വാസുദേവൻ നായരുടെയും കലാമണ്ഡലം സരസ്വതിയുടെയും മകളുമായ അശ്വതി ശ്രീകാന്താണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. കലോത്സവ വിശേഷങ്ങളുമായാണ് ചേരുന്നത്. കലോത്സവ രംഗത്തെ നൃത്ത പരിശീലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുക. സ്വാഗതം. എങ്ങനെ ഒരു കലോത്സവം കൂടെ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് എത്തിയ കലോത്സവത്തെ കുറിച്ച് എന്താണ് പറയുക? കോഴിക്കോട് എന്നും കലോത്സവങ്ങളോട് ഒരുപാട് മമത കാണിക്കുന്ന ആളുകളും നല്ല ഓഡിയൻസും ഒക്കെ ഉള്ള നല്ല ആസ്വാദകരുടെ സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ കലോത്സവം എന്ന് പറയുമ്പോൾ കലോത്സവ രംഗത്ത് കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിക്കുക, ഒരു ക്യാപ്സ്യൂൾ രീതിയിൽ പഠനം എന്നാണ് പല കുട്ടികളും എടുക്കുന്നത്. പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. ആ ഒരു പ്രവണതയെക്കുറിച്ച് എങ്ങനെയാണ്? അതായത് രണ്ട് തരത്തിലാണ്. മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ട്. അതേസമയത്ത് ഈ കലയോടുള്ള താല്പര്യം കൊണ്ട് ആത്മാർത്ഥമായിട്ട് അതിനെ മുഴുവനായി മനസ്സിലാക്കുന്ന രീതിയിലും പഠിക്കുന്ന കുട്ടികളുമുണ്ട്. രണ്ട് തരത്തിലാണ്. ചിലർ നല്ലോണം ബേസൊക്കെ പഠിച്ചതിന് ശേഷം മത്സര രംഗത്തേക്ക് വരും. ചിലർ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ഒരു 6 മാസം കൊണ്ട് എല്ലാം പഠിച്ച് ഒരു ബേസൊക്കെ കുറച്ചൊക്കെ പഠിച്ച് അങ്ങനെ ഐറ്റം മാത്രം പഠിച്ച് പെർഫോം ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ഇത് എല്ലാ കാലത്തും ഉള്ള തന്നെയാണ് ഈ രണ്ട് പ്രവണതയും. ആ ഒരു പ്രവണതയെ എങ്ങനെ കാണുന്നു? ഈ മത്സരത്തിന് വേണ്ടി മാത്രം, നൃത്തത്തിന് വേണ്ടി ഒരു നൃത്തമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ്? മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. നമ്മളുടെ അടുത്ത് ചുരുങ്ങിയത് ഒരു 6-7 വർഷമെങ്കിലും അടിസ്ഥാനം പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു മത്സരിക്കണം എന്ന് അഥവാ താല്പര്യം പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമേ നമ്മളതിന് അനുവദിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയാണ് കുറച്ചും കൂടി അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു അടിസ്ഥാനമെങ്കിലും കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മ ഒരു പ്രശസ്തയായ അധ്യാപിക കൂടിയായിരുന്നു. അമ്മയുടെ നിരവധി സ്റ്റുഡൻസ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, മെഡലുകൾ നേടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അമ്മ ഈ ക്യാപ്സ്യൂൾ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അമ്മയുടെ?
ഇല്ല, അമ്മയുടെ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ചു വർഷം അടിസ്ഥാനമൊക്കെ പഠിച്ച് അങ്ങനെ വന്ന കുട്ടികളെ മാത്രമേ അമ്മ അങ്ങനെ പരിശീലിപ്പിച്ചിട്ടുള്ളൂ. അമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം. വളരെ ഹെൽത്തി ആയിരുന്നു. അന്ന് ഈ തരത്തിലുള്ള വിവാദങ്ങളൊന്നുമില്ല. എല്ലാവരും വരും, പെർഫോം ചെയ്യും, പോവും. ചിലർക്ക് സമ്മാനം കിട്ടും, കിട്ടില്ല. അതിന് തമ്മിൽ അങ്ങനെ ഒരു വിദ്വേഷമോ അമർഷമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അമ്മ എനിക്ക് തോന്നുന്നു മത്സരത്തിന് വേണ്ടി മാത്രം അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി 1-2 കുട്ടികളൊക്കെ ഉണ്ടായി കാണും. പക്ഷെ കൂടുതലും നമ്മളെപ്പോഴും ഊന്നൽ നൽകുന്നത് അടിസ്ഥാനം പഠിച്ച കുട്ടികളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അതേ രീതി തന്നെയാണ് പിന്തുടർന്ന് വന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ മത്സര രംഗത്ത് നിന്ന് തന്നെ ഒരുമാതിരി വിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഈ പ്രവണതകളോടൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട്. ഈ കലാപ്രതിഭ, കലാതിലകം അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് മാറ്റിയത് എത്രത്തോളം ഗുണകരമായി കലോത്സവം? സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിഭാ തിലകം ഒരു കാലത്ത് അതിനുവേണ്ടി വലിയ മത്സരങ്ങൾ നടന്നിരുന്നു. പിന്നെ അതിന്ന് വരുന്ന കുട്ടികൾ ഒരു പക്ഷേ സിനിമയിലേക്കും മറ്റ് TV-യിലേക്കും ഒക്കെ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞുകൊണ്ട് മത്സരം കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഈ അൺഹെൽത്തി ആയിട്ടുള്ള പ്രവണതകൾ ഇപ്പോഴും ഉണ്ട്. ഈ ആ ഒരു ടൈറ്റിലിനല്ലാതെ തന്നെ സമ്മാനത്തിന് വേണ്ടി മാത്രമായാൽ കൂടിയും ഇപ്പോഴും അങ്ങനത്തെ പ്രവണതകളുണ്ട്. അപ്പം എത്രത്തോളം ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്നുള്ളതല്ല, പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഈ കലോത്സവത്തിന്? ഒരു നൃത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കലോത്സവം മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്? ഇത് കുറേ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് മാനുവലിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കുറേ അധ്യാപകരെ വിളിച്ചു വരുത്തി ഒരു സമിതി ഉണ്ടാക്കി അവരുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ എഴുതി ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരുപാടൊന്നും പ്രാവർത്തികമായിട്ടില്ല. ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു മത്സരത്തിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാനൊക്കെ ആലോചിക്കുന്നത്. നമുക്കൊന്നും ഈ വ്യത്യാസമുണ്ട്. മത്സരത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ഇവിടെ. അവർക്കിത് ഉപജീവന മാർഗമാണ്. തീർച്ചയായിട്ടും അതിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ. പക്ഷേ ഈ ഇതിലുള്ള ഈ അൺഹെൽത്തി ട്രെൻഡൊക്കെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതെടുത്ത് കളഞ്ഞാൽ തന്നെ കുറേയും കൂടെ നല്ലതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ എന്താ പറയുക, പല വിവാദങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി കിട്ടിയാൽ നല്ലത്. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് വെച്ചാൽ അതിന് മനസ്സ് വെക്കേണ്ടത് ആളുകളും പിന്നെ പേരൻസും ഒക്കെ തന്നെയാണ്. സമ്മാനം എന്നത് മാത്രം അവരുടെ ലക്ഷ്യം. സമ്മാനം മാത്രമാവുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ കോഴയിലേക്കും അതിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് അവർ പഠിച്ച ഇനങ്ങൾ അവതരിപ്പിക്കാനൊരു വേദി, അതിന് ഗ്രേഡും ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നാൽ കുറച്ചും കൂടെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ 1ാം സമ്മാനം 2ാം സമ്മാനം ഒക്കെ മാറ്റി ഗ്രേഡാണ്. 1ാം സമ്മാനം 2ാം സമ്മാനം, ഈ സമ്മാനം കിട്ടിയില്ലെങ്കിൽ തോൽവിയെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ മറുവശമുണ്ട്, ഈ തോൽവി ഒരു തെറ്റായ രീതിയിൽ വരാൻ പാടില്ല. അതായത് കോഴയിലൂടെ സമ്മാനങ്ങൾ നേടുന്ന കുട്ടികൾക്ക് സന്തോഷവും അത് മൂലം നഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് സങ്കടവും എന്നുള്ള ആ ഒരു അവസ്ഥ മാറണം. അത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം ഒരു ഹെൽത്തി ആവാൻ സാധ്യതയുണ്ട്. കലോത്സവ നർത്തകിയാണ്, പ്രശസ്ത നൃത്താധ്യാപികയാണ് അമ്മ. കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. എന്താണ് അമ്മ പങ്കെടുപ്പിക്കാതിരുന്നത്? അമ്മ പഠിപ്പിക്കുന്ന കാലത്ത് എന്നും അമ്മ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനായിരുന്നു പ്രാധാന്യം. അപ്പോൾ ഞാൻ മകളെന്ന രീതിയിൽ എപ്പോഴും നമ്മളെ മാറ്റി നിർത്താറാണ്, കുട്ടികൾ കളിക്കട്ടെ എന്നുള്ള. അപ്പോൾ എനിക്ക് അതിനെക്കൊണ്ട് പരിഭവമൊന്നുമില്ല. ചിലപ്പോൾ ആ വർഷം ചിലപ്പോൾ ഒരു സങ്കടം തോന്നിയേക്കാം, എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ മാത്രം അമ്മ കളിപ്പിച്ചു എന്നുള്ളത്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയ ഒരു വിധത്തിൽ അത് നല്ലതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ
നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എക്സ്പോസ്ഡ് ആവുന്നില്ല. പിന്നെ ഒരു മത്സര ബുദ്ധി എൻ്റെ തലയിലില്ല. നമ്മൾ ഒരു കല പഠിക്കുക, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് അവതരിപ്പിക്കുക എന്നുള്ളതേ ഇപ്പോൾ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ എന്താ പറയുക, അവരെക്കാളും നന്നായി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വെറും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിന് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു വേദിയിലും കയറിയിട്ടില്ല. അപ്പോൾ അത് അന്ന് അമ്മയുടെ തീരുമാനമായിരുന്നു. മത്സരം കാണാൻ ഇത്തവണ പോവാറുണ്ടോ? പിന്നെ ഒരു പുതിയ പ്രവണതകൾ, അതായത് നൃത്തത്തിൽ വരുന്ന പരിഷ്കാരങ്ങളൊക്കെ ഈ കലോത്സവ വേദികളിൽ വരാറുണ്ടോ? അത്തരം കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായി ഞാൻ മത്സരം കാണാൻ പോവാറില്ല. ഒന്ന് എന്താന്ന് വെച്ചാൽ ഈ കാണാൻ ഇരുന്ന് ഇത്രയും മണിക്കൂർ ഇത് കാണാൻ പറ്റണ്ടേ. പലപ്പോഴും കാണുന്നത് ഒരു ശൈലിയായാലും ശരി, വളരെ വികലമായിട്ടുള്ള ചില പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് ഈ ഒരു സ്റ്റേജിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല കുട്ടികളില്ല എന്നല്ല, പക്ഷെ ഒരു 20 കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 6 or 7 ഒക്കെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ കാണാറുള്ളൂ. ഇത് ഞാൻ പറയുന്നത് കുറേ കാലമായി, 4-5 വർഷം മുന്നേ ഞാൻ കണ്ടപ്പോൾ ഉള്ള എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ പോയിരുന്ന് കാണാറൊന്നുമില്ല. നൃത്തത്തിലെ മാറ്റത്തിന്റെ പ്രവണതകൾ മത്സരത്തിൽ അങ്ങനെ എത്തിപ്പെടുന്ന എനിക്ക് തോന്നില്ല. മത്സരത്തിനായിട്ടൊരു ശൈലി ഉണ്ടായിരിക്കുക ഇപ്പോൾ. അതിൽ കുറേ ഗിമ്മിക്സും അതും ഇതുമൊക്കെ അങ്ങനെ അതായി. ഇപ്പൊ മത്സരത്തിന്റെ ഒരു ശൈലിയായി അത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡുമായിട്ട് നമ്മൾ പഠിപ്പിച്ചാൽ തന്നെയും അത് ഏൽക്കുന്നില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു പ്രവണത വന്നു തുടങ്ങി. അപ്പോൾ നൃത്തത്തിന്റെ ശൈലിയെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി ഇടപെട്ടു. ഒരു ആഡംബരത്തിന് വേണ്ടി ആകരുത് കലോത്സവങ്ങൾ എന്നാണ് ഹൈക്കോടതി പറയുന്നത്. എങ്ങനെയാണ് അത് കാണുന്നത്? വലിയ ആഡംബരം നടക്കുന്നു എന്ന് തോന്നാറ്? ആഡംബരം ഒക്കെ തന്നെയാണ് മത്സരങ്ങൾ. അതായത് പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമ്മുടെ കുറേയൊക്കെ ആനുപാതികമാണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ചെലവുകളും വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ 2 വിധത്തിൽ അതിനെ കാണാം. അതായത് കഴിവുള്ള കുട്ടികൾ, പക്ഷെ അവർക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അധ്യാപകരും പിന്നെ സ്കൂളുകാരും ഒക്കെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ച് സ്റ്റേറ്റ് വരെയൊക്കെ പോയി സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. മറുവശം എന്താ വെച്ചാൽ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അവർക്ക് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ആർഭാടം എന്നുള്ളത് നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വേഷം, മേക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് ആർഭാടം എന്ന് വിളിക്കാൻ പറ്റില്ല. മേക്കപ്പ് ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റില്ല. വേഷം വിധാനം നന്നായിരിക്കണം. സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നല്ലത്. പിന്നെ ഈ ഒരു എന്താ പറയുക, പലതും ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് ഡാൻസ്, തിരുവാതിര, ഒപ്പന, പല പല നൃത്ത ഇനങ്ങളും ഉണ്ട്. അപ്പോൾ ആർഭാടം കുറയ്ക്കുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ഒരു ടെക്നിക്കലി എത്രത്തോളം അത് സാധ്യമാണ് എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ ഒരു പരിധിവരെ ചെലവ് ചുരുക്കൽ ചില കാര്യങ്ങളിലെങ്കിലും സാധിക്കും എന്ന് തോന്നുന്നു. പ്രശസ്ത നർത്തകി അശ്വതി ശ്രീകാന്താണ് സംസാരിച്ചത്. കോഴിക്കോട് നിന്ന് KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ.